രാവിലെ തുടങ്ങി ഫോണും കൊണ്ടിരുന്നിട്ട്. അതെ, അച്ഛൻ ഇതിനെ കുറിച്ചൊരു ധാരണയില്ല. 1K ഫോളോവേഴ്സായി, പിന്നെ ഇത് കൂടി 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 വരും. പിന്നെ കൈ നിറച്ച് കാശ. നിങ്ങളൊക്കെ എന്റെ മുന്നിൽ കൈ നീട്ടി. പിന്നെ ഫേസ്ബുക്കിൽ നിന്നല്ലേ പറഞ്ഞാൽ ഇങ്ങോട്ട് കാശ് കിട്ടുന്നേ. പണിക്ക് പോകാൻ കഴിയുകയില്ല, അതിന് വേറെ ഓരോ കാരണം വേണ്ടെന്ന് പറഞ്ഞു. ശരിയാച്ചാ, ഫേസ്ബുക്കിൽ നിന്ന് കാശ് കിട്ടും. ആ കണ്ടോ, നിന്നെ പോലെ എല്ലാവർക്കും ഇടത്തില്ല, അതിന് കഴിവ് വേണം. ഇവനോടൊക്കെ വാതി പഠിച്ചോണ്ടിരിക്കാതെ എന്നെ കൊണ്ടുവിടച്ചാ. എനിക്ക് പണിയുണ്ട്, നീ ഇവിടെ കൊണ്ടുവിട്ടോ. എനിക്ക് നോക്കി എന്തൊക്കെയോ പരിപാടിയുണ്ട്. നിങ്ങൾ തന്നെ ഈ കുട്ടിപ്പിശാചിനെ കൊണ്ട് കിട്ടാ മതി. കുട്ടിപ്പിശാച് നിന്റെ അച്ഛനാടാ. സോറി അച്ഛാ, ഒരു ഫ്ലോയ്ക്ക് അങ്ങ് പറഞ്ഞു പോയതാ. അല്ല വേണ്ട അച്ഛ, എന്നെ മോളിൽ കൊണ്ടുവിട്ടാ മതി. ഇവിടെ ആൻസി ടീച്ചർ വരുന്നുണ്ട്, ഞാൻ മിസ്സിന്റെ കൂടെ പൊക്കോളാം. അതെ, ഞാൻ തന്നെ കൊണ്ടുപോടാ. വേണ്ട, നീ വരണ്ട, ഞാൻ തന്നെ പൊക്കോളാം. കുഞ്ഞുമായി വലിയ വർത്താനം പറയുന്നു. അതെ, ഒറ്റയ്ക്ക് പ്രായത്തിൽ ഒന്നും പോകണ്ട, ഞാൻ കൊണ്ടുവിടാം. ഞാൻ നിന്റെ ചേട്ടനല്ലേ. ആൻസി ടീച്ചർ എവിടെ? ഏത് ആൻസി ടീച്ചർ? അത് നീയല്ലേ പറഞ്ഞു ഇവിടെ ആൻസി ടീച്ചർ വരുന്നുണ്ടോ? ഓ, ആ ആൻസി ടീച്ചർ. ആ ആൻസി ടീച്ചറൊക്കെ ക്ലാസ്സിൽ. നീ അപ്പൊ എന്നെ ആക്കിയതായിരുന്നല്ലേ? നീ ഇതൊക്കെ പറഞ്ഞല്ലേ വരത്തുള്ളൂ. പിന്നെ എന്നെ സ്കൂളിൽ കൊണ്ടുവിടട്ടെ, പെട്ടെന്ന് നീ വീട്ടിൽ പോക്കണം, അല്ലെ അവിടെ വായി നോക്കി എന്നൊക്കില്ലേ, എനിക്കും കൂടെ നാണക്കേടാ. അനീറ്റായി പോയി. ഇല്ല, ഞാൻ എടുത്ത് തോട്ടി ഞാൻ. പിന്നെ എന്റെ കൈ മാങ്ങ പറിക്കാൻ പോവല്ലോ. എന്റെ പൊന്ന് ചേട്ടാ, ഒന്ന് പെട്ടെന്ന് വാ. നീ എന്നാ വിളിച്ചേ? എന്റെ പൊന്നടൊന്ന് പെട്ടെന്ന് വാ. ഇപ്പൊ ശരിയായി. എന്താ? നമുക്ക് അപ്പുറം വഴി പോകുമ്പോ. നീ കുറെ നാളായുള്ള എന്റെ ചേച്ചിനെ ശല്യപ്പെടുത്താൻ തുടങ്ങിയിട്ട്. അത് നീ മര്യാദയ്ക്ക് നിർത്തിക്കില്ല, നിന്റെ ഈ പേട്ട കണ്ണാടി എല്ലാം കൂടെ അടിച്ചു പൊട്ടിക്കും. നീ ആരോടെ എന്റെ ചേട്ടന്റെ ചേത്തോടെ? നിനക്കൊക്കെ 10-15 വയസ്സല്ലേ ഉള്ളൂ, എന്റെ 10-40 വയസ്സുണ്ട്. ചേട്ടന്റെ ഇടി കൊണ്ട് ഇവിടെ കിടക്കണ്ടെങ്കിൽ മര്യാദയ്ക്ക് വീട്ടിൽ പോക്കോ. ഒന്ന് വീട് കേട്ടാ, ഞാൻ ഒന്ന് പറഞ്ഞു തീർക്കട്ടെ. എന്നാ ഞങ്ങൾക്കൊന്ന് കാണണമല്ലോ. പോയി അടിക്കണമാരെ. ഇനി നീ ഇത് ആവർത്തിച്ചാ ഇതായിരിക്കില്ല നിന്റെ അവസ്ഥ, കേട്ടല്ലോ. ഒരു മര്യാദ ഇല്ലാത്ത പിള്ളേര് പട്ടികൾ. എന്റെ കൂടെ ശ്രദ്ധിച്ചുണ്ടായിരുന്നില്ല. അതെ, എല്ലാം പറ്റിയോ? എന്നാലേ ചേട്ടൻ വീട്ടിൽ പോയി തീരുമ്പോ നമുക്ക് വൈകുന്നേരം കാണാവേ ചേച്ചാ. രണ്ട് പിള്ളേരെ പോലും തല്ലാൻ കഴിയാത്ത പൊട്ടനെയാണല്ലോ ദൈവം എനിക്ക് ചേട്ടനായിട്ട് കിട്ടിയത്.